കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ഒരു നല്ല ദൈവത്തെ പറ്റിയാണ്. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 9, 13, 14 എന്നീ വാക്യങ്ങൾ. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. 13-ാം വാക്യം. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞ പോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയും ഇല്ല എന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവം ഏലിയാവിനോട് പറയുന്നു, നീ സാരാഫത്തിൽ ചെന്ന് പാർക്ക എന്ന്. നിന്നെ പോറ്റേണ്ടതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം വിധവമാരെ പറ്റി വായിക്കാൻ സാധിക്കും. എന്നാൽ ഈ വിധവന്മാരുടെ ഒന്നും പേര് അതിൽ പറയുന്നില്ല. അവരുടെ സ്ഥലപ്പേര് വെച്ചാണ് മിക്ക വിധവമാരെയും ദൈവം ഇവിടെ ചൂണ്ടി കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് സാരാഫത്ത് എന്ന സ്ഥലത്ത് താമസിച്ച ഒരു വിധവയെ പറ്റിയാണ്. അവൾക്ക് ഇസ്രയേലിൻ്റെ ദൈവത്തെ അറിയില്ലായിരുന്നു. ഇതാ ഒരു പ്രവാചകൻ ആ വിധവയെ സമീപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകും 1 രാജാക്കന്മാർ 17-ാം അധ്യായം വായിക്കുമ്പോൾ. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ആ അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. തിശ്ബ്യനായ ഏലിയാവ് ആഹാബ് രാജാവിനോട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ദൈവം ഏലിയാവിനോട് കൽപ്പിക്കുന്നു, നീ കെരുത്ത് തോട്ടിൻ്റെ അടുത്ത് പോയി പാർക്ക എന്ന്. ആരുമില്ല, ഒറ്റയ്ക്കാണ്, ഏകാന്ത ജീവിതം, ഒറ്റപ്പെട്ട ജീവിതം. ഏലിയാവിനെ ശല്യം ചെയ്യുവാൻ ആരുമില്ല, ഏലിയാവും ദൈവവും മാത്രം. അതുപോലെയുള്ള ഒറ്റപ്പെട്ട അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സഹായിപ്പാൻ ആരുമില്ല, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, ദൈവവും താനും മാത്രം. ഏലിയാവ് അങ്ങനെയൊരു അനുഭവത്തിലായി. നാം പലപ്പോഴും ഒറ്റപ്പെടുമ്പോൾ, തനികയാകുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ ഏറി വരും. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നാം ഒറ്റപ്പെടുമ്പോൾ നമുക്ക് ദൈവമല്ലാതെ ആരും ഇല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നവർ, അത് ദൈവവുമായി കൂടുതൽ അടുക്കുന്നതിന് മുഖാന്തരമാകും. ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുവാനും അത് നമ്മൾക്ക് സാധ്യമാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേര്, ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം
അനുഭവിക്കുവാൻ ശ്രമിക്കുക. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായേക്കാം. നിരാശപ്പെട്ടു പോകരുത്. ഏലിയാവ് ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ഏലിയാവിനും അങ്ങനെയൊരു അവസ്ഥയുണ്ടായി. അവൻ കെരുത് തോട്ടിൽ നിന്ന് കുടിച്ചു. ദൈവം അവന് അപ്പവും ഇറച്ചിയും ദിവസവും കൊണ്ടു കൊടുക്കുവാൻ ഒരു കാക്കയോടും കൽപ്പിച്ചു. കാക്കയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാക്ക ആർക്കും ഒന്നും കൊടുക്കില്ല. തട്ടിക്കൊണ്ടു പോകാനേ കാക്ക ശ്രമിക്കുകയുള്ളൂ. സൃഷ്ടി മുഴുവൻ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചാൽ അതവർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ കാക്ക ദൈവകൽപ്പന പ്രകാരം ഏലിയാവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ദേശത്ത് മഴയില്ല, മഞ്ഞില്ല, ദേശത്ത് വളരെ വരൾച്ചയാണ്. തോട്ടിലെ വെള്ളം പറ്റിപ്പോയി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനി തോട്ടിൻ്റെ കരയിലിരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നീ സീദോന് സമീപമുള്ള സാരാഫത്തിലേക്ക് പോയിക്കോ. അവിടെ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോറ്റാൻ. കാക്കയ്ക്ക് അസൈൻമെൻ്റ് കൊടുത്തിരുന്നു, അത് കഴിഞ്ഞു. ഇനി പുതിയ അസൈൻമെൻ്റ് ഏലിയാവിനും ലഭിച്ചിരിക്കുന്നു. സാരാഫത്തിലെ വിധവയ്ക്കും ലഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഏലിയാവിനെ ദൈവം ഒരു ധനികൻ്റെ അടുത്തേക്ക് അയച്ചില്ല? ഒരു പാവപ്പെട്ട വിധവയുടെ അടുത്തേക്കാണ് ഏലിയാവിനെ അയച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം ആരെയും ഉപയോഗിക്കും എന്നാണ്. അവൾ ഇസ്രായേലിൻ്റെ ദൈവത്തിനെ അറിയുന്നവളല്ലായിരുന്നു. ആ വിധവയെയും ദൈവം ഇതാ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവപുരുഷനെ തീറ്റിപ്പോറ്റുവാനും അവൾ അനുഗ്രഹിക്കപ്പെടുവാനും. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിലേക്ക് യാത്രയാകുന്നു. അവിടെ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ ഒരു വിധവ ചുള്ളിക്കമ്പൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അവളോട് ഏലിയാവ് പറയുന്നു, എനിക്ക് അല്പം വെള്ളം കൊണ്ട് തരുമോ എന്ന്. വെള്ളം എടുക്കാൻ പോയ വിധവയോട് ഏലിയാവ് വീണ്ടും വിളിച്ചു പറഞ്ഞു, പോരുമ്പോൾ ഒരപ്പക്കഷ്ണം കൂടെ കൊണ്ടുവരണേ എന്ന്. അപ്പോൾ വിധവ എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയാണേ, എൻ്റെ വീട്ടിലൊരു അപ്പവുമില്ല, അല്പം മാവും അല്പം എണ്ണയുമുണ്ട്. ഈ ചുള്ളിക്കമ്പൊക്കെ പെറുക്കി കൊണ്ടുപോയിട്ട് ആ ഉള്ള മാവ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി താനും തൻ്റെ മകനും കഴിച്ച് മരിക്കുവാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നു. അപ്പോഴാ ഏലിയാവ് പറയുന്നത്, ആദ്യം എനിക്ക് ഒരട ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന്. ഓർക്കണമേ, ഈ സ്ത്രീക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയില്ല. ഏലിയാവിൻ്റെ ദൈവം ആരെന്ന് ഈ സ്ത്രീക്ക് അറിയില്ല. ദൈവം ആ സ്ത്രീയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടുവാൻ, ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം പലരെയും ഉപയോഗിച്ചേക്കാം. അവർ ചിലപ്പോൾ വലിയ ദൈവവിശ്വാസികളൊന്നും ആയിരിക്കില്ല. ദൈവം ആരെയാണ് ഉപയോഗിക്കുന്നതെന്ന് നാം അറിയുന്നില്ല. ഏലിയാവ് അവളോട് പറയുന്നുണ്ട്, നിങ്ങൾ 1 രാജാക്കന്മാർ 17-ാം അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. അതിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ട് ഏലിയാവ് അവളോട് പറഞ്ഞു, യഹോവയായ ദൈവം നിന്റെ കലത്തിലെ മാവ് കുറയ്ക്കുകയില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റിക്കുകയുമില്ല. ആ സ്ത്രീ ആ ദൈവപുരുഷൻ്റെ വാക്ക് കേട്ട് ആദ്യം ഏലിയാവിന് അടയുണ്ടാക്കി കൊടുത്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീ
വിശ്വാസത്താൽ അത് ചെയ്തപ്പോൾ, ദൈവവചനം അവൾ അനുസരിച്ചപ്പോൾ അത്ഭുതം ഉണ്ടായി. അവളുടെ പ്രവൃത്തിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അവളുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വർദ്ധിക്കുവാൻ തുടങ്ങി. ക്ഷാമം തീരുന്നത് വരെ, ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ ദൈവം കലത്തിലെ മാവ് കുറച്ചു കളഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വറ്റിച്ചതുമില്ല. അങ്ങനെ ഏറെ നാൾ ഏലിയാവും ഈ വിധവയും അവളുടെ ഭവനത്തിലുള്ളവരെല്ലാവരും അഹോവൃത്തി കഴിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു സ്ത്രീയുടെ ലളിതമായ വിശ്വാസത്തിൽ, ലളിതമായ അനുസരണത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കില്ലേ? പ്രതികൂല സാഹചര്യങ്ങളിൽ ആർക്കും സഹായിപ്പാൻ കഴിയാത്ത പല അനുഭവങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കില്ലേ? ലളിതമായ വിശ്വാസം നാം ദൈവത്തിൽ അർപ്പിച്ചാൽ, ദൈവകൽപ്പനയ്ക്ക് നാം ചെവി കൊടുത്താൽ, ദൈവം അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു. നമുക്കാരും നമ്മുടെ സങ്കടം കേൾക്കാൻ ഇല്ലാത്ത നേരങ്ങളിൽ, സഹോദര സഹോദരി, നാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരുമോ? ഏലിയാവിൻ്റെ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവം, ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം, ഒരു വിധവയുടെ ലളിതമായ അനുസരണത്തിൻ്റെ മുൻപിൽ അത്ഭുതം പ്രവർത്തിച്ച ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരുമോ? നിങ്ങളുടെ അവിശ്വാസം ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിക്കാമോ? ഏതൊക്കെ പ്രയാസങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും, ഏതൊക്കെ വേദനയിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങളെ ശ്രദ്ധിക്കുവാൻ ആരുമില്ലെങ്കിലും, നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം, ഒരു ആശ്വാസത്തിൻ്റെ വാക്കുപോലും ആരും പറയുന്നില്ലായിരിക്കാം, സ്നേഹവാനായ ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്പം അടയുണ്ടാക്കി മരിച്ചു കളയാമെന്ന് വിചാരിച്ചപ്പോൾ ആ സ്ത്രീയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. അവൾ ആ ദൈവദാസൻ്റെ വാക്കുകൾ കേട്ടില്ലായിരുന്നുവെങ്കിൽ ആ ക്ഷാമകാലത്ത് പട്ടിണി കിടന്ന് ആ സ്ത്രീയും മകനും മരിച്ചുപോയേനെ. ഇവിടെ എന്ത് സംഭവിച്ചു? അവളുടെ ആ അവസാനമായി ഉണ്ടായിരുന്ന അല്പം ആഹാരം ദൈവദാസന് വേണ്ടി കൊടുക്കുവാൻ അവൾ തയ്യാറായി. ഇത് എനിക്കും നിങ്ങൾക്കും ഒരു പാഠമാകുമോ? ഈ അത്ഭുതമൊക്കെ അനുഭവിച്ചു, ദൈവത്തിൻ്റെ കരുണ കണ്ടു, ദൈവത്തിൻ്റെ നടത്തിപ്പൊക്കെ ഇവൾ അനുഭവിച്ചതിന് ശേഷം പിന്നീട് ഒരു പ്രശ്നം അവൾ നേരിടുന്നു. തൻ്റെ ഏക മകൻ, തൻ്റെ ഏക പ്രതീക്ഷ ഇതാ രോഗിയായി തീർന്നിരിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു. ആ സ്ത്രീയുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടി. ഇപ്പോൾ ഈ വിധവ ദൈവപുരുഷനോട് ഇപ്രകാരം പറയുന്നു: അയ്യോ ദൈവപുരുഷനെ, ഞാനും നീയും തമ്മിൽ എന്ത്? എൻ്റെ പാപം എന്നെ ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലുവാനുമാണോ നീ കടന്നു വന്നത്? അപ്പോൾ ഏലിയാവ് ഈ സ്ത്രീയോട് പൈതലിനെ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ആ സ്ത്രീ അങ്ങനെ ചെയ്യുകയും ചെയ്തു. അവൻ ആ കുഞ്ഞിനെ താൻ കിടന്ന മാളികമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് ഇടിവിൽ നിന്ന് അവൻ പ്രാർത്ഥിച്ചു. ആ പൈതലിന് ജീവൻ തിരികെ ലഭിച്ചു. കുഞ്ഞിനെ വിധവയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ
അവളുടെ വിശ്വാസം ശക്തപ്പെട്ടു. അവൾ ഇപ്രകാരം പറയുന്നു: നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. നമ്മിൽ പലരും അങ്ങനെയാണല്ലേ? പലപ്പോഴും ദൈവത്തിൽ നിന്ന് നന്മകൾ പലതും പ്രാപിച്ചു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അനുഭവിച്ചു. എന്നാലും പിന്നൊരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് അവരുടെ വിശ്വാസം അങ്ങ് ചഞ്ചലിച്ചു പോകും. നാം അങ്ങനെ ആകരുത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കും. നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു കൂടിയാണ്. പലരും ദൈവം അനുഗ്രഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തനിക്കും അത് തൻ്റെ മക്കൾക്കും മാത്രമുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് എന്താണ് തരുന്നത് അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്തുവാൻ നാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭവനം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? അതോ ഒരു മനുഷ്യരെയും വീട്ടിൽ കയറ്റാതെ ഒരു തുള്ളി വെള്ളം പോലും മറ്റുള്ളവർക്ക് കൊടുക്കാതെ ജീവിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരിക്കാം. ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ധാരാളമുണ്ട്. അവരിൽ ആരെയെങ്കിലുമൊക്കെ നിങ്ങൾ സഹായിക്കുന്നവരാണോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിന് പ്രയോജനപ്പെടുവാനാണ്, മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാനാണ്. ഒരു നാൾ നാം എല്ലാവരും ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. വലിയ വിരുന്നൊന്നും നമുക്ക് കൊടുക്കുവാൻ ഇല്ലായിരിക്കാം. വിധവയ്ക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുക്കുവാൻ അവൾ തയ്യാറായപ്പോൾ അവൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അനുഭവിക്കുവാൻ ഇടയായി. അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീർന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞില്ല, ദൈവപുരുഷനെ ഇനി നിങ്ങൾക്ക് പോകാം, ചോദിച്ച അട തന്നല്ലോ, ഇനി പോയിക്കൂടെ എന്നവൾ ചോദിച്ചില്ല. അനേക നാൾ ഏലിയാവും അതിൻ്റെ നന്മ അനുഭവിച്ചു. സാരാഫത്തിലെ വിധവ ആദ്യം ഏലിയാവിന് അപ്പം ഉണ്ടാക്കിയതുപോലെ നാം എല്ലാത്തിൻ്റെയും അനുഗ്രഹം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ നാം എഴുന്നേൽക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ ചിലവഴിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന എല്ലാത്തിൽ നിന്നും നാം ദൈവത്തിന് കൊടുക്കേണ്ടതുണ്ട്. മത്തായി 6:33 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? അതോ നാം ഭൗതിക നേട്ടങ്ങൾക്കായി ഓടുന്നവരാണോ? ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുമോ? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ദൈവമാണ്. അവൻ നമ്മെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്കായി കരുതുന്നവനാണ്. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ തൻ്റെ ആടുകളെ കിടത്തുന്നവനാണ്. ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആടുകൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും ശാന്തമായി കിടക്കുകയില്ല. അതിന് വിശക്കുന്നുണ്ടെങ്കിൽ അത് എഴുന്നേറ്റ് നിൽക്കും, അത് നടക്കും. അതുപോലെ തന്നെ തൻ്റെ ആടുകളെ ക്ഷേമമായി പോറ്റുന്ന ഒരു നല്ല ഇടയനാണ് കർത്താവായ യേശുക്രിസ്തു. ആ നല്ല ഇടയൻ ആടുകളുടെ ആവശ്യങ്ങൾ നന്നായി അറിയുന്നവനാണ്. നാം അവൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ആയിത്തീരുമോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിക്കുമോ? ദൈവം സാധാരണക്കാരിയായ സ്ത്രീയെ അത്ഭുതത്തിനായി ഉപയോഗിച്ചു. പലപ്പോഴും നാം വിചാരിക്കും ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് ബിരുദങ്ങളൊക്കെ നേടി അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തോട് കൂടുതൽ അടുക്കാനൊക്കെ സാധിക്കുന്നതെന്ന്. അതൊന്നും ശരിയല്ല. നമ്മളുടെ ലളിതമായ വിശ്വാസമാണ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്.
നല്ല ഇടയൻ തൻ്റെ ആടുകളുമായി അടുത്ത് ഇടപെടുന്നവനാണ്. അതാണ് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം. ഇടയൻ തൻ്റെ ആടുകളെ തിരിച്ചറിയുന്നു, തൻ്റെ ആടുകൾ ഇടയനെയും തിരിച്ചറിയുന്നു എന്ന്. അത് നിരന്തര സമ്പർക്കത്തിൽ കൂടെയാണ്. ദൈവം ഒരിക്കലും മാറുന്നില്ല. അവൻ നമ്മോട് ഒരു വാക്ക് പറഞ്ഞാൽ അവനത് അതുപോലെ പാലിക്കുന്ന ദൈവമാണ്. ദൈവം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി, ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. സാറാഫത്തിലെ വിധവ വിശ്വസിച്ചു, അവൾ അനുസരിച്ചു, അവൾ വലിയ മഹത്വമാണ് കണ്ടത്, വലിയ നന്മ അവൾ അനുഭവിച്ചു. ക്ഷാമകാലത്ത് അവളെ ദൈവം ക്ഷേമത്തോടെ പോറ്റി. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ അവൻ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ദൈവമാണ്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിലായിരിക്കാം, അവിടെയെല്ലാം കരം പിടിച്ച് നമ്മെ താങ്ങുന്ന ദൈവമാണ്. വിലാപങ്ങൾ 3:22-23 എന്നീ വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ, അവൻ വാക്കുമാറാത്തവനത്രേ. അവൻ്റെ ദയയാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുന്നതിൻ്റെ കാരണം. അവൻ്റെ ദയയാണ് ഇന്ന് ഞാനും നിങ്ങളും ആഹാരം കഴിച്ചത്. അവൻ്റെ ദയയാണ് ഞാനും നിങ്ങളും ഇന്ന് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സകല നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദയയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല, എന്തും എനിക്ക് എൻ്റെ സമ്പത്ത് കൊണ്ട് സാധിക്കാം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കരുതേ. പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ സമ്പത്തൊന്നും നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവമല്ലാതെ നമുക്ക് ഒരു ഉത്തരവുമില്ല. നിങ്ങളുടെ പണത്തിനും നിങ്ങളുടെ ധനത്തിനുമൊക്കെ വളരെ പരിമിതികളുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെറും മണ്ടത്തരമാണ്. നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ ധനത്തിലാകരുത്, നിങ്ങളുടെ വസ്തുവകകളിലാകരുത്, നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ മക്കളിലാകരുത്, നിങ്ങളുടെ മാതാപിതാക്കൾ ആകരുത്, സഹോദരങ്ങളിൽ ആകരുത്. അവരൊക്കെ എന്നെയും നിങ്ങളെയും വിട്ടുപോയേക്കാം. അവരൊക്കെ എന്നിൽ നിന്നും നിന്നിൽ നിന്നും അകന്ന് മാറിയേക്കാം. അകലാത്തവനായ കർത്താവായ യേശു ക്രിസ്തു അവൻ വിശ്വസ്തനാണ്. ഏത് സാഹചര്യത്തിലും, നാം തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളിൽ പോലും അവൻ നമ്മെ കൈവിടുകയില്ല. അവൻ നമ്മെ തകർക്കുന്ന ദൈവമല്ല, അവൻ നമ്മെ പണിയുന്ന ദൈവമാണ്. മനുഷ്യർ പലപ്പോഴും തകർക്കുവാൻ ശ്രമിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ വലിച്ചു താഴെയിടുവാൻ ശ്രമിച്ചേക്കാം. ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മെ പണിയുന്നു, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു, ദൈവം നമുക്കായി കരുതുന്നു. ദൈവത്തിൽ അല്ലാതെ നമുക്ക് രക്ഷയില്ല. നമ്മുടെ വസ്തുവകകളോ പണമോ ബന്ധുക്കളോ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ സ്വാധീനങ്ങളോ ഒന്നും ഉത്തരമല്ല. ചില കാര്യങ്ങൾ ഇതൊക്കെ ഉപകരിച്ചേക്കാം, പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. ഇന്ന് നമ്മോട് മിണ്ടുന്നവർ നാളെ മിണ്ടണമെന്നില്ല. ഇന്ന് നമ്മെ സഹായിക്കുന്നവർ നാളെ സഹായിക്കണമെന്നില്ല. എന്നാൽ മാറ്റമില്ലാത്ത ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യതത്രേ. ഏലിയാവിനെ പോറ്റിയ വിധവയ്ക്ക് ലഭിച്ചത് തനിക്കും തൻ്റെ ഭവനത്തിലുള്ളവർക്കും ഉപജീവന മാർഗമാണ്. അതുപോലെ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെയും മാനിക്കും.
എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം തക്ക സമയത്ത് അത് നിവർത്തിക്കുവാൻ ശക്തനത്രേ. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് എന്താണ് മനസ്സിലായത്? ദൈവത്തിൻ്റെ ശക്തി, പ്രാർത്ഥനയുടെ ഫലം, ഏത് സാഹചര്യങ്ങളെയും മറികടക്കുവാൻ നമ്മുടെ വലങ്കരത്തിൽ പിടിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് നാം ഇവിടെ കേട്ടത്. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ അനാഥനും വിധവയ്ക്കും ന്യായപാലകനാണ്. അനാഥനെയും വിധവയെയും പോറ്റുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് എന്നും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെപ്പറ്റിയും അവൻ്റെ കരുതലിനെ പറ്റിയും നമുക്ക് ആഴമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നത് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ താഴ്മയോടെ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. എൻ്റെയും നിങ്ങളുടെയും അകൃത്യങ്ങൾക്കായി അവൻ മുറിവേറ്റു. അവൻ തകർക്കപ്പെട്ടു. എനിക്കും നിങ്ങൾക്കുമായി അവൻ ബലിയായി. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, പിതാവുമായിട്ടുള്ള കൂട്ടായ്മ തൻ്റെ ക്രൂശുമരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ എനിക്കും നിങ്ങൾക്കും വിടുതലില്ല, രക്ഷയില്ല. അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. സഹോദര സഹോദരി, ആ കർത്തൃസന്നിധിയിലേക്ക് കടന്നുവ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളിപ്പോൾ കടന്നു വരുന്നു. അവിടുത്തെ അനുഗ്രഹിക്കുന്ന കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആ വിധവയുടെ ലളിതമായ വിശ്വാസം പോലെ നിന്നിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ ദൈവദാസൻ പറഞ്ഞപ്പോൾ അത് അനുസരിച്ച വിധവയെപ്പോലെ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ടപ്പാടിൽ, ദുരിതത്തിൽ കഴിയുന്നുവെങ്കിൽ, ദാരിദ്ര്യത്തിൽ കഴിയുന്നുവെങ്കിൽ അവർ സമൃദ്ധിയിലേക്ക് കടന്നു വരട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം ലഭിക്കട്ടെ. അന്ധകാരത്തിൽ പ്രശ്നത്തിൻ്റെ നടുവിൽ നീറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവിക സമാധാനത്താൽ ഇപ്പോൾ അവർ നിറയട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വം എഴുന്നെടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹമായവൻ ഇറങ്ങി നമ്മെ രക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മോടൊപ്പം നടന്നു. അവൻ നമ്മുടെ രക്ഷകനാണ്. അതൊരു മതമല്ല. ഇന്നും നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ നാമമാണ് യേശു ക്രിസ്തു.